ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ബിഗ് ബോസ് വിളിക്കാൻ പോകുന്നു. ആരെയൊക്കെ? ഇവരെയൊക്കെ വിളിക്കാൻ പോകുന്നു. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്, ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കുറച്ച് പേരെയൊക്കെ ബിഗ് ബോസ് വിളിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളൊക്കെ പറയാം. ഇങ്ങനെയാണെങ്കിൽ സീസൺ 7 കലക്കും. ഇവരൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സീസൺ 7 കലക്കും കേട്ടോ, സൂപ്പർ ആയിരിക്കും. അപ്പോൾ ആരെയൊക്കെയാണ് അവർ വിളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്, ആർക്കൊക്കെ കോളുകൾ പോകും എന്നൊക്കെയുള്ള അപ്ഡേറ്റ് ആണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ള ഒരു സംഭവം, നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഡീഷൻ കുറച്ച് ദിവസം മുന്നേ തുടങ്ങിയിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ജനുവരി മുതൽ വീണ്ടും പക്കയായിട്ട് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ കയ്യിലൊരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഒരു 100-300 പേരെ അടുപ്പിച്ച് ഇവർക്ക് വിളിക്കണം, ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കണം. അപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവർ വിളിക്കാൻ പ്ലാൻ ചെയ്ത് ഒത്തിരി പേർ അറിയാലോ. ഈ 300 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണെന്ന് നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ഒരു 22 പേരുടെ പേരുകളാണ് പറയാൻ പോകുന്നത്. ഇതിനകത്ത് എൻ്റെ പ്രഡിക്ഷൻസും ഉണ്ട്. 1-2 പേരുടെ പ്രഡിക്ഷൻസ് ഉണ്ട്. അതുകൂടാതെ ബിഗ് ബോസ് വിളിക്കും എന്ന് ഞാൻ അറിഞ്ഞ ആൾക്കാരുണ്ട്. ബിഗ് ബോസ് ഇവരെ വിളിക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ ബിഗ് ബോസ് അപ്രോച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് സാധനമാണ് ഇത്. പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ല. ബിഗ് ബോസ് ഇവരെ വിളിക്കും. ഇതിനകത്തുള്ള ലിസ്റ്റിൽ നിന്നും ഉള്ള ഒട്ടുമിക്ക ആൾക്കാരെയും ബിഗ് ബോസ് വിളിക്കും. അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഒരു ആക്ട്രസ് ആണ്, ഡാൻസറും ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കും. ഒന്നാമത്തത് ആക്ട്രസും ഡാൻസറുമായിട്ടുള്ള നമ്മുടെ സരിത ബാലകൃഷ്ണൻ. ഇതാണ് നമ്മുടെ സരിത ബാലകൃഷ്ണൻ. നിങ്ങൾക്ക് അറിയാമോ, സീരിയലിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഒത്തിരി സീരിയൽസിലൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് സരിത ബാലകൃഷ്ണൻ. അടുത്ത രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം ഈയിടെ കോൺട്രവേഴ്സ്യൽ താരമായി മാറിയ നമ്മുടെ യൂട്യൂബറും ലൈഫ് സ്റ്റൈൽ വ്ളോഗറും ആയിട്ടുള്ള പ്രണവ് കൊച്ചു. ഇതാണ് ആൾ, അറിയാലോ, പ്രണവ് കൊച്ചു. ഇതാണ് പ്രണവ് കൊച്ചു. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു പേര് നിങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാവരെയും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. ബിഗ് ബോസ് വിളിക്കാൻ പോകുന്ന മറ്റൊരു ആക്ട്രസ് കൂടിയായിട്ടുള്ള ഒരാളാണ് പ്രിയങ്ക അനൂപ്. ഇതാണ് ആള്, അറിയാമോ? പ്രിയങ്ക അനൂപ് ബിഗ് ബോസ് വിളിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത് ഞാൻ നാലാമതായിട്ട് പറയാൻ പോകുന്നത്, ഈ ഇടയിൽ നമ്മുടെ മന്ദാകിനി മൂവിയിൽ കൂടി വന്ന് ഭയങ്കര വൈറലായിട്ട് മാറിയ ഒരു താരമുണ്ട്. ഈ പുള്ളിക്കാരൻ്റെ ആക്ടിങ് ഒരൊറ്റ സീനുകൊണ്ട് ക്ലിക്കായി മാറിയ ഒരു താരം, ക്ലിക്കായിപ്പോയി, വൈറലായിപ്പോയ ഒരു താരമാണ്, ആക്ടറാണ്. നാഷിദ് നൗഷാദ് എന്നാണ് പേര് കേട്ടോ. അതെ, ഇതാണ് ആള്, നാഷിദ് നൗഷാദ്. ആക്ടറാണ്, കുറച്ച് മൂവീസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആള്. ബിഗ് ബോസ് വിളിക്കും എന്നാണ് അറിയാൻ പറ്റുന്നത്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നൊരു പേര്, അതും നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു പേരായിരിക്കും. കോമഡി സ്റ്റാർസ് കാണാത്ത മലയാളികൾ ആരുമില്ല. കോമഡി സ്റ്റാർസിലൂടെ വന്ന് ഇപ്പം ഇന്നലെ പുതിയ ഒരു സീരിയലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ പുള്ളിക്കാരുടെ പേരാണ് ഇപ്പം അറിയാൻ പറ്റുന്നത്. ആരാണ്? മായ കൃഷ്ണ. ഇതാണ് ആള്, മായ കൃഷ്ണ. അറിയാമോ? മായ കൃഷ്ണ ആക്ട്രസ് ആണ്. അടുത്ത് നമ്മുടെ ഏഷ്യാനെറ്റ് ഫെയിം ചാനലിൽ നിന്നും എനിക്കറിയാൻ പറ്റിയത്, വിളിക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞു പോയൊരു സീരിയൽ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ, തൂവൽ സ്പർശം എന്ന് പറയും. ആ സീരിയലിലെ ഒരു ആക്ട്രസ് ആയിട്ടുണ്ടായിരുന്ന അവന്തിക മോഹൻ. ഇതാണ് ആള്, അവന്തിക മോഹൻ. ആ സീരിയലിലെ താരമാണ്. അപ്പോൾ ഈ പുള്ളിക്കാരിയെ വിളിക്കും എന്നാണ് അറിയാൻ പറ്റിയത്. അടുത്ത് ഞാനൊരു സെലിബ്രിറ്റി താരത്തിൻ്റെ പേര് പറയുകയാണ്. ഈ ഇടയിൽ കോൺട്രവേഴ്സി ഉണ്ടായ താരമാണ്, പക്ഷെ അതിന് മുന്നേ തന്നെ ബിഗ് ബോസ് വിളിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. മറ്റാരുമല്ല, മറീന മൈക്കൽ. ഇത് മറീന മൈക്കൽ. ഈ പുള്ളിക്കാരിയെ ബിഗ് ബോസ് വിളിക്കും എന്നാണ് അറിയാൻ പറ്റിയത്. ഇവർക്ക് ആർക്കും വിളി പോയിട്ടില്ല, ഇവരെയൊക്കെ വിളിക്കും. ബിഗ് ബോസിൻ്റെ ലിസ്റ്റുകളിലുള്ള പേരുകളാണ് ഇതെല്ലാം. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് ഒരു പുതിയ പേരായിരുന്നു, നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും അറിയായിരിക്കും. ഞാൻ പുതുതായിട്ട് അറിഞ്ഞ ഒരു സംഭവമാണ് വിളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. ഒരു ഡോക്ടറാണ്, അതോടൊപ്പം ഡാൻസറും ഒക്കെയാണ് കേട്ടോ. പുള്ളിക്കാരിയുടെ പേര് ജാനകി ഓംകുമാർ. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, എനിക്കറിയില്ല. ജാനകി ഓംകുമാർ. ഓക്കെ, ഇതാണ് ആള്. പുള്ളിക്കാരിയെ വിളിക്കും എന്നാണ് അറിയാൻ പറ്റിയത്. ഇനി അടുത്ത് ഞാൻ അറിഞ്ഞ മറ്റൊരു പേര്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയിട്ടുള്ള ഒരു യൂട്യൂബർ കൂടിയായിട്ടുള്ള മല്ലു ഫാമിലിയിലെ സുജിൻ.
നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതാണ് സുജിൻ. സുജിനെ വിളിക്കും എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. സുജിൻ ഇതാണ് ആള് കേട്ടോ. അപ്പോൾ സുജിനെ വിളിക്കും എന്നാണ് അറിയാൻ പറ്റിയത്. ദെൻ കഴിഞ്ഞ തവണ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറാണ്. ഇതും ഒരു ആക്ടറാണ്, പക്ഷേ ആക്ടർ കുറച്ചുകൂടി ഇപ്പോൾ ഒരു ലെവൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഉപ്പും മുളകിലൊക്കെ ഇപ്പോൾ ഉണ്ട്, പുതിയൊരു ക്യാരക്ടറായിട്ടൊക്കെ വന്നിട്ടുണ്ട്, കൃപാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ ഒത്തിരി സിനിമകളിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള പല പല സിനിമാസിലും അഭിനയിച്ചിട്ടുള്ള ആളാണ്. ആക്ടറായിട്ടുള്ള ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. ഇതാണ് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, അറിയാമായിരിക്കും. കഴിഞ്ഞ തവണ ബിഗ് ബോസ് വിളിച്ചും ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത പുള്ളിയാ. എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇത്തവണ ബിഗ് ബോസ് വിളിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നീട് അടുത്ത് പറയാനുള്ള പേര്, 11ാമത്തെ പേര് LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നുമാണ്. അവിടെ നമുക്ക് ആരെ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതിനകത്ത് ഒരാളെയൊന്നും അല്ല വിളിക്കാൻ പോകുന്നത്, കുറേ പേര് അവർ വിളിക്കും. അതിനകത്ത് അവർ വിളിക്കും എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞത് നമ്മുടെ ജാസിൽ ജാസിയാണ്. LGBTQയിൽ നിന്നും ജാസിൽ ജാസി. ഇതാണ് ആള്. പുള്ളിക്കാരൻ ഇപ്പം നാട്ടിലുണ്ട്, ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ട് കേട്ടോ എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ പുള്ളിയുടെ അക്കൗണ്ട് ഒന്നും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട് കാണുന്നില്ല, എന്താ പറ്റിയതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ജാസിലിനെയും വിളിക്കുമെന്നാണ് അറിയാൻ പറ്റിയത്. ദെൻ 12ാമത്തെ പേരായിട്ട് ഞാൻ പറയുന്നത് ഒരു ആങ്കറും ഒരു ഇൻ്റർവ്യൂവറും ഒക്കെ ആയിട്ടുള്ള ഒരാളുടെ പേരാണ്. ഈ പുള്ളിയെ വിളിക്കും എന്നാണ് അറിയാൻ പറ്റിയത്. മറ്റാരുമല്ല, രോഹൻ ലോണ. ഇതാണ് രോഹൻ ലോണ. വിളിക്കും, ബിഗ് ബോസ് വിളിക്കും എന്നാണ് അറിയാൻ പറ്റിയത്. അടുത്ത് ഇപ്പം ഈ ഒരു ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ എന്താ പറയുക, വെഡ്സ് ഇന്ത്യയുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് പുള്ളിക്കാരൻ, ആങ്കറാണ്. പുള്ളിയുടെ പേര് നൗഫൽ ഷഹാബ്. ഇതാണ് ആള്. മച്ചാൻ ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയായിരിക്കും. ഇങ്ങനെ എന്താ പറയുക, ഗസ് ദ പ്രൈസ്, ഗീവ് അവേ ഒക്കെ നടത്തുന്ന വളരെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ് ഈ പറയുന്ന മച്ചാൻ ഗാലറി. പുള്ളിക്കാരനെ ബിഗ് ബോസ് വിളിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ദെൻ അടുത്ത് നമ്മുടെ ഒരു ഫെമിനിസ്റ്റും ടീച്ചറും ഒക്കെ ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ. ഇതാണ് ആള്. അറിയാലോ, കഴിഞ്ഞ തവണയും അതിനു മുന്നേ ഒക്കെ ബിഗ് ബോസ് വിളിച്ചിരുന്നു. ഇത്തവണയും വിളിക്കും എന്നാണ് അറിയുന്നത്. ശ്രീലക്ഷ്മി അറക്കൽ. ദെൻ അടുത്ത് നമ്മൾ പ്രഡിക്ഷനിൽ പറഞ്ഞിട്ടുള്ള പലരെയും വിളിക്കും കേട്ടോ, കാരണം ഞാനിപ്പോൾ അങ്ങനെയാണ് അറിയുന്നത്. അടുത്ത് ഒരു വ്ളോഗറാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്ളോഗറാണ്. വ്ളോഗർ മീൻസ് പബ്ലിക് റിയാക്ഷൻസ് എടുക്കുന്ന, പബ്ലിക് ഒപ്പീനിയൻസ് എടുക്കുന്ന ഒരാളാണ് വ്ളോഗർ ആയിട്ടുള്ള അൽത്വാഫ്. ഇതാണ് ആള്. അറിയാമായിരിക്കും. അൽത്വാഫിനെ ഒന്നും അറിഞ്ഞുകൂടാത്ത ആരും കാണത്തില്ല. ഇതാണ് അൽത്വാഫ്. അൽത്വാഫിനെയും വിളിക്കും എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. ദെൻ അടുത്ത് പറയാൻ പോകുന്ന പേര് ആക്ട്രസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ചന്ദനമഴ. അറിയാലോ, ഈ വർഷം ഭയങ്കര ട്രെൻഡിങ് ആണ്. അതിൽ നിന്നും വിളിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഒത്തിരി പേരുണ്ട് അതിനകത്ത്, പക്ഷെ അതിനകത്തുനിന്ന് വിളിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള കന്യാഭാരതിയാണ്. ഇതാണ് കന്യാഭാരതി. നമ്മുടെ മായാവതി കന്യാഭാരതിയെ വിളിക്കുമെന്നാണ് അറിയാൻ പറ്റിയത്. ഇനി അടുത്ത് ബിഗ് ബോസ് വിളിക്കും എന്ന് ഞാൻ അറിഞ്ഞ മറ്റൊരു പേരാണ് കേരളത്തിലെ ഫസ്റ്റ് എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡിൻ്റെ ഫൗണ്ടറായ റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. പുള്ളിയുടെ പേര് ആകാശ് അഖിലേഷ്. ഇതാണ് ആള്, ആകാശ് അഖിലേഷ്. ഈ പുള്ളിനെ ബിഗ് ബോസ് വിളിക്കും എന്നാണ് അറിയാൻ പറ്റിയത്. ഓക്കെ, പുള്ളിക്ക് അത്ര വലിയ ഏജ് ഒന്നും ഇല്ല കേട്ടോ, 20 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബിസിനസ് മാൻ ആണ്. ഈ പറയുന്ന എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് നിർമ്മിച്ച് 19ാമത്തെ വയസ്സിലൊക്കെ എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് നിർമ്മിച്ച ആളാണ്. സോ പുള്ളിനെ വിളിക്കും എന്നാണ് അറിയാൻ പറ്റിയത്. ഇനി അടുത്ത് നമ്മുടെ എന്താ പറയുക, ഗ്രീൻ ഹൗസിലെ ഇങ്ങനെ എന്താ പൊതുസമൂഹത്തിലേക്കൊക്കെ പോയി വൃത്തികേടായി കിടക്കുന്നതിനൊക്കെ വൃത്തിയാക്കി ഭയങ്കര ട്രെൻഡിങ് ആയി. ഇപ്പം നമ്മുടെ അറിയാലോ, എന്താ സാനിറ്റൈസറൊക്കെ അടിച്ച് ഭയങ്കര ട്രെൻഡിങ് ആയ ഒരാളാണ് പ്രശ്നേഷ് കുമാർ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എനിക്ക് കിട്ടിയ പേര് അതല്ല, രോഹിത്. ഇതാണ് ആള്, രോഹിത്. ഗ്രീൻ ഹൗസിലെ രോഹിത്, ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ രോഹിത്. അടുത്ത് 19ാമത്തെ പേര് ഞാൻ പറയുന്നത് ബിഗ് ബോസ് വിളിക്കും എന്നാണ് അറിയാൻ പറ്റിയത്. ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ ദിൽസിൽ എം ഇക്ബാൽ. ഇതാണ് ആള്, ദിൽസിൽ എം ഇക്ബാൽ. ഇത് നമ്മുടെ യാദിൽ എം ഇക്ബാൽ ഇല്ലേ, ബിസിനസ് മാൻ, ആ പുള്ളിയുടെ ചേട്ടനാണിത്. ഈ പുള്ളിയെ വിളിക്കും എന്നാണ് അറിയാൻ പറ്റിയത്. ദെൻ അടുത്ത് ഞാൻ അറിഞ്ഞ മറ്റൊരു പേര് ബിഗ് ബോസ് വിളിക്കുമെന്ന് അറിഞ്ഞത് ഒരു സിംഗറാണ് കേട്ടോ. വളരെ ഒരു സിംഗർ എന്ന് പറഞ്ഞപ്പോൾ ഒരു സൂപ്പർ സിംഗർ ആയിട്ടുള്ള ഫൗസിയ റഷീദ്. ഇതാണ് ഫൗസിയ റഷീദ്. ഈ പുള്ളിക്കാരിയെ വിളിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. അടുത്ത് ഞാൻ അറിഞ്ഞത് ഒരു കളരിക്കാരിയാണ്. ഇതും റെക്കോർഡ് ഹോൾഡറാണ്. നമ്മുടെ ഇന്ത്യ ബുക്ക് റെക്കോർഡാണോ എനിക്കത് അറിയില്ല.
അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. റെക്കോർഡ് ഹോൾഡറാണ് പുള്ളിക്കാരിയുടെ പേര് ആതിര. ഇതാണ് ആള്. കളരിക്കാരിയാണ്. ഒരു കളരിക്കാരി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, വരണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരിയും വിളിക്കുമെന്നാണ് അറിയാൻ പറ്റിയത്. ഇനി അടുത്ത് ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരാളുടെ പേര് കൂടി പറയുവാണ്. ഒരു ബിസിനസ് മാനാണ് പുള്ളി. സർക്കാർ ജോലിയൊക്കെ കിട്ടിയിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ് ബിസിനസ്സിൻ്റെ പിറകെ വന്ന് ഭയങ്കര സ്റ്റാറായിട്ട് മാറുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഒരു ആക്ടറാണ്. ഒത്തിരി ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസ് എല്ലാം ട്രെൻഡിങ് ആണ്. ഓണ്ടർപ്രണറാണ്. പേര് അരുൺ നായർ. ഇതാണ് ആള്, അരുൺ നായർ. ഇവരെ ഇത്രയും ആണ് ഞാനിപ്പോൾ അറിഞ്ഞത്. ഇത്രയും പേരുടെ പേരുകളാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇതൊന്നുമല്ല ലിസ്റ്റുകൾ, ഞാൻ ഇനിയും അറിയുന്ന മുറയ്ക്ക് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഇത്രയും പേരെ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ 22 പേരുടെ പേര് പറഞ്ഞു. ഇതിനകത്ത് ഒരു 18-19 പേർക്കും കോൾ പോകാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ കുറേ പേരുടെ പേരുകൾ ഇവർക്കൊക്കെ പോകും എന്ന് അറിഞ്ഞിട്ടുമുണ്ട്. കുറേ പേരെ വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും കൂടുതൽ പറയുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഞാൻ അറിയുന്ന മുറയ്ക്ക് നിങ്ങളോടെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇത്രയാണ് ഞാൻ അറിയുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ആരെയൊക്കെ വിളിക്കണം എന്നാണ് ആഗ്രഹം? നമ്മൾ ഒത്തിരി ലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ പ്രഡിക്ഷൻ തുടങ്ങിയിട്ടില്ല. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രഡിക്ഷനാണ്, അല്ലേ? അല്ലാതെ എനിക്ക് കിട്ടുന്ന ലിസ്റ്റ് അല്ല, ഞാൻ അറിയുന്ന ലിസ്റ്റ് അല്ല. പ്രഡിക്ഷൻ ഈസ് മൈ പ്രഡിക്ഷൻ. ഞാൻ ഇവർ വരുന്നേക്കാം, അവർ വരുവടെ, ഇവർ ഇത്തവണ വരും, അതാണ് പ്രഡിക്ഷൻ. പ്രഡിക്ഷൻ ലിസ്റ്റ് ഞാൻ തുടങ്ങിയിട്ടില്ല. ഞാനത് ജനുവരിയിലേ തുടങ്ങുന്നുള്ളൂ. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ പറയാം. അതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. ഇപ്പം ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ഇൻഫർമേഷൻ അറിഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇവരുടെയൊക്കെ പേരുകളിൽ പലരെയും ഓഡീഷന് വിളിച്ചേക്കാം. ഓഡീഷൻ്റെ കാര്യം എന്താവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓഡീഷനിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്ക് ഒന്നുമേ പറയാൻ പറ്റില്ല. അതിനകത്ത് എങ്ങനെയുണ്ടോ അതിനുശേഷമുള്ള കാര്യമാണ് പിന്നീട് ഇന്നാവോ ഔട്ടാവോ എന്നൊക്കെയുള്ള കാര്യം. ഓഡീഷൻ തന്നെ 3-4 ടൈപ്പ് ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ അറിയുന്ന അപ്ഡേറ്റ്. ഇനി അടുത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് അറിയുമ്പോൾ തീർച്ചയായിട്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ലേറ്റസ്റ്റ് ഫാസ്റ്റ് ജെനുവിൻ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.